എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. എൻ്റെ വീഡിയോസ് ഞാൻ ടെക്നിക്കൽ പരമായിട്ടുള്ള വീഡിയോസുകളാണ് ഞാൻ അപ്ലോഡ് ചെയ്തു വന്നിരിക്കുന്നത്. ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഞാൻ കോഡിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്. ഞാനിതിൽ പല സീരീസായിട്ടാണ് ഇതിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു സ്കൂൾ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിഷ്വൽ സ്റ്റുഡിയോ എടുത്തിട്ട് ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എൻ്റെ കയ്യിൽ വിഷ്വൽ സ്റ്റുഡിയോ 2010 അൾട്ടിമേറ്റ് ആണുള്ളത്. ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. വെയിറ്റ് ചെയ്യേണ്ടതാണ് ലോഡിങ്. അപ്പോൾ ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു ആവശ്യകത എന്തെന്നാൽ, ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗണൊക്കെ ഉള്ള സമയമാണ്. നിങ്ങൾക്ക് നല്ല കോഡിങ്ങൊക്കെ പഠിക്കാൻ പറ്റിയൊരു സമയമാണിത്. ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ഇത് ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് വിഷ്വൽ ബേസിക്കിൽ VB.NET ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്ക് വിഷ്വൽ ബേസിക് എന്ന ഓപ്ഷനിൽ ഇൻസ്റ്റാൾഡ് ടെംപ്ലേറ്റ്സിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെ ഞാൻ വിഷ്വൽ ബേസിക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ വിൻഡോസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് വിൻഡോസ് ഫോം ആപ്ലിക്കേഷൻ, ഇങ്ങനെ ഒരു ഹിസ്റ്ററിക്കകത്ത് നിങ്ങൾ വിൻഡോസ് ഫോം ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. നമ്പർ 1 ഇതിൽ കിടപ്പുണ്ട്, വിൻഡോസ് ഫോം ആപ്ലിക്കേഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ നെയിം നിങ്ങൾക്ക് വേണമെങ്കിൽ റീനെയിം ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സ്റ്റുഡൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ടെക്നോളജി ഇപ്പം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു കോഡിങ് വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങൾ സ്ട്രീംലൈസ് ചെയ്യാനും കഴിയും. പല കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. ഫുൾ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ഒരു ലിഗേസി ആയിട്ടുള്ളൊരു ടെർമിനേഷനാണ് നമുക്ക് ഭാവിയിൽ കിട്ടുന്നത്, അതിൻ്റെ റിസൾട്ടായിട്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇതൊരു വലിയൊരു പ്രൊജക്റ്റാണ്. ഞാനിതൊരു ബേസിക് ലെവലിലാണ് ഇത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കാണുന്നവർ വലിയ ടെക്നോളജിക്കൽ മൈൻഡുള്ള സാധാരണക്കാരായ ആൾക്കാർക്കും ഇത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും നല്ലത്. ഓരോ പോയിൻ്റ് നിങ്ങൾക്ക് ക്ലിയറായി പോകുന്നതാണ്. അപ്പോൾ ഇത് കുറേ ലെങ്തി പ്രോസസ്സ് ആയതുകൊണ്ട് ഇങ്ങനെയാണ് ഒരു ഇൻ്റർഫേസ് നമ്മൾ വരുന്നത്. ഇതാണ് നമ്മുടെ ഫോം ഡിസൈൻ വ്യൂ ആണിത്. അപ്പോൾ നമ്മളുടെ ഏതൊരു പാക്കേജിലായാലും ഫസ്റ്റ് നമുക്ക് അതിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് വേണം അകത്തേക്ക് കടക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാക്കേണ്ടത് ഒരു യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ലോഗിൻ ഫോമാണ് നമുക്ക് ആദ്യം ഉണ്ടാക്കേണ്ടത്. ടൂൾ ബോക്സിൽ പോവുക. ലെഫ്റ്റ് സൈഡിലെ ടൂൾ ബോക്സിൽ പോയതിന് ശേഷം ഓൾ വിൻഡോ ഫോമിൽ നമുക്ക് ആദ്യം ഒരു ലേബൽ ബോക്സ് പിടിച്ചു വെക്കാം. അപ്പം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ടൂൾ ബോക്സ് കിടപ്പുണ്ട്. അവിടെ നിന്ന് ആൾ വിൻഡോസ് ഫോമിൽ നമുക്കൊരു ലേബൽ ബോക്സ് നമുക്ക് പിടിച്ചു വെക്കാം. ലേബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ലേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഒരു ലേബൽ ബോക്സ് പിടിച്ചു വെച്ചു, ലേബൽ ബോക്സ് 1. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ ഞെക്കിയതിന് ശേഷം ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പിയാവും. അപ്പോൾ ഇത് കണ്ട ആരും പേടിക്കണ്ട. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും. റൈറ്റ് സൈഡിൽ അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ പ്രോപ്പർട്ടീസ് വരുന്നതാണ്. അപ്പോൾ അവിടെ പ്രോപ്പർട്ടീസിൽ ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ലേബൽ 1 പകരം നമുക്ക് യൂസർ നെയിം എന്ന് എൻ്റർ ചെയ്യാം. യൂസർ നെയിം എന്ന് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ യൂസർ നെയിം വന്നു. ഇനി അടുത്ത ലേബൽ ബോക്സിനെ നമുക്ക് പ്രോപ്പർട്ടീസിൽ പോയി ടെക്സ്റ്റിൽ നമുക്ക് പാസ്വേഡ് എന്ന് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ പാസ്വേഡ് എന്നുള്ളൊരു ലേബൽ ബോക്സ് വരുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് മാനുവലായിട്ട് റീസൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസിൽ പോയിട്ട്
ഓട്ടോ സൈസ് എന്നൊരു ഓപ്ഷനുണ്ട്. അത് ട്രൂ ആണ് കിടക്കുന്നത്, അതിനെ ഫാൾസ് ആക്കുക. അപ്പോൾ ഓട്ടോ സൈസ് ട്രൂ ആണ് കിടക്കുന്നത്, ഓട്ടോ സൈസിന് നമുക്ക് ഫാൾസ് ആക്കാം. ഫാൾസ് ആക്കിയതിന് ശേഷം നമുക്ക് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ താഴെ ബാക്ക് കളർ കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങൾക്കൊരു ബേസിക് ഫണ്ടമെൻറ്റൽസ് ആണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കിത് എത്ര മനോഹരമായി ചെയ്യാൻ കഴിയുന്നോ അത് നിങ്ങളുടെ ഡിസൈനിങ് സ്കില്ല് പോലെ ഇരിക്കും. ഞാനിവിടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഞാനിവിടെ വലിയ കളർഫുള്ളായിട്ടൊന്നും ഞാൻ ഇതിനെ മോഡിഫൈ ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസ് പറഞ്ഞു പോകുന്നു, എങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പം സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ എടുത്ത് ഓരോ മൊഡ്യൂളും ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഓട്ടോ സൈസ് ഞാൻ ഫാൾസ് കൊടുത്തു. അതിനുശേഷം ഞാൻ ഡ്രാഗ് ചെയ്യുന്നു. എനിക്കിപ്പോൾ ഡ്രാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് രണ്ടിനെയും ഒരേ സൈസിലാക്കണം, എന്നാലേ ഉള്ളൊരു കാണാനൊരു ചന്തമുള്ളൂ. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഒരു സൈസിലാക്കിയാണ്. സോറി, ഞാൻ കോഡിങ്ങിൽ പോയെന്ന് തോന്നുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ നമുക്ക് കോഡ് എഴുതാനുള്ള ഒരു ഫോമായിട്ട് വരും. അപ്പോൾ ഡബിൾ ക്ലിക്ക് ഒന്നും ഇപ്പോഴേ ചെയ്യേണ്ട, നമുക്ക് ഇതിൻ്റെ ഫോം ഡിസൈൻ ചെയ്യാം. അപ്പോൾ ടൂൾ ബോക്സിനകത്തുനിന്ന് സാധനങ്ങൾ എടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇതിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് കളർ വേണമെങ്കിലും കൊടുക്കാം, ബോർഡർ കൊടുക്കാം, എല്ലാം നമുക്ക് ഈ പ്രോപ്പർട്ടീസ് വെച്ച് ചെയ്യാം. അതുകൊണ്ടോ ഇതിൽ നമുക്ക് ഇപ്പോഴേ ചെയ്യേണ്ട, നമുക്ക് ഫോം 1 VB ഡിസൈനിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ലേബൽ ബോക്സ് നമ്മൾ പാസ്വേഡ് യൂസർ നെയിം സെറ്റ് ചെയ്തു. ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, ഇതപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലൊക്കെ ഒന്ന് എടുക്കാൻ സഹായകമാകും. ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ടെക്സ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇതുണ്ടോ, യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്, അത് കാണാനൊരു ചന്തമില്ല. അത് നമുക്ക് സെൻട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർട്ടീസിൽ ടെക്സ്റ്റ് അലൈൻ എന്ന ഒരു ഓപ്ഷൻ എടുത്തിട്ട് അവിടെ ഇപ്പോൾ കിടക്കുന്നത് ടോപ്പ് ലെഫ്റ്റ് ആണ്. അത് നമുക്ക് ഈ കാണുന്ന പോലെ ടോപ്പ് സെൻറ്ററിലാക്കുക. ടോപ്പ് സെൻറ്ററിന് കുറച്ചും കൂടി താക്കണം. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മിഡിൽ വരും. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് നമുക്കിത് ചെയ്യുന്നത്. ഇത് നമുക്ക് ബോർഡർ കൊടുക്കാം, കളർ കൊടുക്കാം, നല്ല സൈസിലൊക്കെ കൊടുക്കാം, അത് നമ്മുടെ ഇഷ്ടം. ആ ഡിസൈനിങ് സ്കില്ലുള്ള നിങ്ങൾ നോക്കണം. ഇനിയിപ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സിനെ പിടിച്ചു വെക്കാം. അപ്പം യൂസർ നെയിമും പാസ്വേഡ് നമ്മൾ എവിടെ എൻ്റർ ചെയ്യും? അതിന് മുന്നേ നമുക്ക് ആദ്യം ലോഗിൻ ബട്ടൺ, ഒരു ക്യാൻസൽ ബട്ടണും പിടിച്ചു വെക്കാം. ബട്ടൺ ഇത് പറഞ്ഞ പോലെ തന്നെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കോപ്പി ആവും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് നമുക്ക് മാറ്റാം. ബട്ടൺ 1 പോലെ നമുക്ക് ലോഗിൻ കൊടുക്കാം. ലോഗിൻ കൊടുത്തു. അതിനുശേഷം അടുത്ത ബട്ടണ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് നമുക്ക് ക്യാൻസൽ എന്ന് നമുക്ക് എഴുതി ഓക്കെ അടിക്കാം. അപ്പോൾ ക്യാൻസലായിട്ടുണ്ട്, അതുമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യൂസർ നെയിം പാസ്വേഡ് നമുക്ക് എവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം? നമുക്ക് യൂസർ നെയിം ഒരു കോംബോ ബോക്സ് പിടിച്ച് വെക്കാം. പാസ്വേഡ് നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് പിടിച്ച് വെക്കാം. ടൂൾ ബോക്സിൽ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ടൂൾ ബോക്സിൽ നിങ്ങൾ ഒരു കോംബോ ബോക്സ് സെലക്ട് ചെയ്ത് വെക്കുക. കോംബോ ബോക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോംബോ ബോക്സിലൊക്കെ എൻ്റർ ചെയ്യുന്ന എല്ലാ എൻറ്റൈറ്റിയും അവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്കടുത്ത് ടെക്സ്റ്റ് ബോക്സ് പിടിച്ച് വെക്കുകയാണ്. ടെക്സ്റ്റ് ബോക്സ് നമ്മൾ പിടിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സിനകത്തെല്ലാം കോംബോ ബോക്സിനകത്തുമാണ് നമ്മുടെ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ആ വാല്യൂ ബാക്കെൻഡിൽ പോയി റിട്രീവ് ചെയ്തതിന് ശേഷമാണ് ലോഗിൻ ഫോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഹോം പേജ് ഓപ്പൺ ആയി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. ഇത് ഒരു വലിയ ലെങ്തി വീഡിയോ ആണ്. അതുകൊണ്ട് ഞാൻ ഇതിനൊരു 10-12 മിനിറ്റ് ഉള്ള പാർട്ടായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
കാണാൻ കുറച്ച് ബോറായിപ്പോവും. അതുകൊണ്ട് ഞാൻ എല്ലാ ഞായറാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ക്യാൻസലിൻ്റെ സി മാത്രമേ കാണുന്നുള്ളല്ലോ, ഒരു എററായിപ്പോയി. നമുക്ക് കുഴപ്പമില്ല, അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രോപ്പർട്ടീസിൽ പോയിട്ട് ടെക്സ്റ്റ് മാറ്റാവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ VB.NET-ലാണ് നമ്മളിന്ന് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താ പറയുന്നത്, ഇത് ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സിസ്റ്റത്തിൽ നമ്മൾ ഫുൾ കൺട്രോൾ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് പല പേജസ് നമുക്കിനി വരുന്ന ഇതിൽ നമുക്ക് വിശദമായി പഠിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ബേസിക്കായിട്ടൊന്ന് ഇതെങ്ങനെയാണ് ഫോം ഡിസൈൻ ചെയ്യുന്നതൊക്കെ ഒന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ക്യാൻസൽ എന്ന് ഉള്ള ഒരു എററങ്ങ് മാറ്റിയിട്ട് ക്യാൻസൽ എന്നങ്ങ് ക്ലിക്ക് ചെയ്യാം, എഴുതി അങ്ങ് ഓക്കെ ആക്കാം. ക്യാൻസൽ, അപ്പോൾ അത് ഏകദേശം ഓക്കെ. ഇനി നമുക്കൊരു ഇമേജ് വെക്കാനുള്ള ഒരു സംഭവം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഇമേജിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ ടൂൾ ബോക്സിൽ പോയിട്ട് ഓൾ വിൻഡോ ഫോംസിൽ പോയി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇമേജ് എന്ന് പിക്ചർ ബോക്സ് എന്ന് കൊടുത്താൽ മതി. അതാ പിക്ചർ ബോക്സ് വന്നു. പിക്ചർ ബോക്സിൽ നമ്മൾ പിക്ചർ ക്ലിക്ക് ചെയ്ത് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യാവുന്നതാണ്. എല്ലാം ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതൊരു സുഖമാകത്തില്ല. നിങ്ങളെന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരികയാണ്. എങ്ങനെയാണ് പിക്ചർ ബോക്സിൽ പിക്ചർ ഇൻസെർട്ട് ആക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ഒരു ഹോംവർക്ക് പോലെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ടാസ്ക്കാണേ. ഒരു ഹിൻറ്റ് ഞാൻ തരാം. അവിടെ ഒരു ഓപ്ഷനുണ്ട്, സ്ട്രെച്ച് എന്ന് പറഞ്ഞു, ഓട്ടോ സ്ട്രെച്ചിൽ കൊടുക്കുമ്പോഴാണ് ഇതുകൊണ്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത പിക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു മൊഡ്യൂൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിന് നമുക്ക് പ്രൊജക്റ്റിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം ഒരു മൊഡ്യൂൾ, വിൻഡോസ് ഫോമിന് പകരം ഒരു മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. ഓട്ടോ സൈസ് ഉണ്ടല്ലോ, ഓട്ടോ സൈസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് ചൂസ് ഇമേജ് കൊടുക്കുക. ചൂസ് ഇമേജ് കൊടുത്തതിന് ശേഷം ലോക്കൽ റിസോഴ്സസിൽ നിന്നും ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഏത് ഡ്രൈവിലാണോ ഫോട്ടോ ഇരിക്കുന്നത്